യോയോ കിഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കി നോക്കിയാലോ. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല സംഭവം എന്താണെന്ന്. അതെ, ഞങ്ങൾ ഇന്നിവിടെ ക്യാരറ്റ് ബർഫിയായിട്ട് ഉണ്ടാക്കാൻ പോകണം. അപ്പം അതിനായിട്ട് ഞങ്ങൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ നല്ല ഫ്രഷ് ക്യാരറ്റാട്ടോ. അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ നന്നായി കഴുകിയിട്ടൊക്കെ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. അത് വൃത്തിയാക്കിയ ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വല്ലാണ്ട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണമെന്നില്ല. ഒരു ക്യാരറ്റിന് വല്ല 4-6 പീസാക്കിയാൽ മതി. എന്നിട്ട് ഇതൊന്ന് കുക്കറിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിന് മേലെ ഒരു പാത്രത്തിൽ വേണം ക്യാരറ്റ് വെച്ചിട്ട് വേണം പുഴുങ്ങിയെടുക്കാൻ. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റൊക്കെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. എല്ലാം നന്നായി അരിഞ്ഞുണ്ടാവും, എന്നാലും നമുക്കതൊന്ന് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞങ്ങൾ ഇടാൻ പോകുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 1/2 കപ്പ് കോൺഫ്ലവറും പിന്നെ 1 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. നിങ്ങളുടെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. കുറവാണെങ്കിൽ കുറവ്, കൂടുതലാണെങ്കിൽ കൂടുതലിടാം. ഈ മിക്സ് ചെയ്ത് വെച്ചതില്ലേ, അത് നമുക്കിനി ഒരു പാനിലിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെറുതായി തിക്കായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും മണമൊക്കെ തന്നെ മാറും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായി തുടങ്ങുന്നുണ്ട് സംഭവം. അത്യാവശ്യത്തിന് തിക്കായ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലോ ഇതിടാം. അപ്പോൾ ഇത് ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ മേലെയായിട്ട് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറി ഇതിങ്ങനെ തണുത്ത് തുടങ്ങുമ്പോൾ അതിങ്ങനെ സെറ്റായി തുടങ്ങും. അപ്പോൾ അതേ ഞങ്ങളുടെ നല്ല സെറ്റായിരിക്കുക കേട്ടോ ക്യാരറ്റ് ബർഫി. അപ്പോൾ നട്ട്സ് ഇട്ട് കാരണം കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ മേലെ ഈ പഞ്ചസാര കൊണ്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുറിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് ബർഫി റെഡി ആയിരിക്കുകയാണ്. സംഭവം നല്ല ടേസ്റ്റാട്ടോ. ആ നട്ട്സും പഞ്ചസാരയും ഒക്കെ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കാരണം മധുരമല്ലേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്